ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് റീൽസ് എടുത്തു, അമ്പലക്കുളത്ത് നിന്ന് കാല് കഴുകി റീൽസ് എടുത്തു. ഇതാണ് ഞാൻ രാവിലെ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ്. യൂഷ്വലി ഇങ്ങനെയുള്ള ന്യൂസിനൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറില്ല. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ FBയിലെ കമൻറ്റ്സ് കണ്ടപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒക്കെ കണ്ടപ്പം ഐ തോട്ട് ഐ ഷുഡ് ഡു സം റിയാക്ഷൻ വീഡിയോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് എടുത്ത് ഞാൻ നോക്കിയപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് പോയാൽ അതിപ്പോൾ ഏതൊരു പുതിയ സ്ഥലമാണെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് അറിയുന്ന സ്ഥലമാണെങ്കിലും എനിക്ക് അവിടെ പോകുമ്പം അറ്റ്ലീസ്റ്റ് അവിടുത്തെ ബോർഡ്സ് ഞാൻ വായിക്കും. ഓക്കെ, കാരണം ഞാനിപ്പോൾ അമ്പലത്തിൽ പോയപ്പോഴും ഈ പല സ്ഥലങ്ങളിൽ ഈ ബോർഡ് വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് തന്നെ. അത് ഒരു സ്ഥലത്ത് മാത്രമൊന്നുമല്ല, ആ അമ്പലത്തിന് ചുറ്റും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രക്കുളത്തിലാണെങ്കിൽ വീഡിയോ ചിത്രീകരണം പാടില്ല, വീഡിയോഗ്രാഫി ഈസ് പ്രൊഹിബിറ്റഡ്. ഇപ്പോൾ ഇനി ഈ അമ്പലത്തിൻ്റെ അവിടെയാണെങ്കിലും പാടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജാസ്മിൻ ജാഫറിന് എഴുതാനും വായിക്കാനും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ എക്സ്പെക്റ്റ് ഇനി പുള്ളിക്കാരിയുടെ കൂടെ വീഡിയോ എടുക്കാൻ പോയ ആൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എഴുതാനും വായിക്കാനും അറിയും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അതും തോന്നുന്നില്ല. കാരണം രണ്ടുപേരും അല്ലെങ്കിൽ എത്ര പേര് പോയിട്ടുണ്ടോ, ഇവരാരും ഇത് വായിച്ചിട്ടില്ല. ഇതിൽ എന്തറിവില്ലായ്മയാണ് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ആ കമൻസിൽ പലരും ഈ മതത്തിന് വലിച്ചെടുക്കുന്നുണ്ട്. അതായത് അവരൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ അമ്പലത്തിൽ പോയാലും അത് ഈ നിയമം എനിക്കും ബാധകമാണ്. അതല്ലാണ്ട് ആ പുള്ളിക്കാരി മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം എന്നുള്ള രീതിക്ക് ഡൈവേർട്ട് ചെയ്ത് വിടേണ്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും പുതിയ സ്ഥലമാണെങ്കിലും നമുക്ക് അറിയുന്ന സ്ഥലമാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന രീതിക്ക് സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് വായിച്ചു നോക്കും. അല്ലെങ്കിൽ എന്താ സംഭവം എന്നുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജാസ്മിൻ മുന്നൊന്നും അമ്പലങ്ങളിൽ പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അവിടെ എന്താണ് അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നുള്ളത് മിനിമം ചോദിക്കാം. ഇനി അതും പോട്ടെ, ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഈ റീൽ ഷൂട്ടിങ്ങും ഈ പല കാര്യങ്ങളും ഓൾറെഡി കുറേ വാർത്തയും ഒക്കെ ആയതാണ്. ഇതൊന്നും പുള്ളിക്കാരിക്ക് അറിയാണ്ട് എന്തറിവില്ലായ്മയിൽ നിന്നാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പം അമ്പലം എന്നല്ല, ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ആ സ്ഥലത്ത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു മിനിമം ഡെക്കോറം ഉണ്ട്. അത് ചെയ്യാണ്ട് ഇനിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈറലാവാൻ വേണ്ടി ചെയ്തതാണോ അറ്റൻഷൻ സീക്കിങ്ങിന് ചെയ്തതാണോ എന്നും എനിക്കറിയില്ല. ദീസ് ആർ ജസ്റ്റ് മൈ തോട്ട്. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദിസ് വിത്ത് യു. ദാറ്റ്സ് ഇറ്റ്.